സമ്പത്തിന്റെയും സമൃദ്ധിയുടെയും മൂർത്തിവ ഭാവം തന്നെയാണ് വാരാഹി എന്ന് പറയുന്നത്. ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം വരാഹരൂപം പൂണ്ട ആദി പരാശക്തിയാണ് വരാഹി ദേവി അഥവാ വാരാഹി ലക്ഷ്മി അല്ലെങ്കിൽ പഞ്ചമി ദേവി എന്നറിയപ്പെടുന്നത്. കാട്ടുപന്നിയുടെ മുഖത്തോടു കൂടിയ ഈ ഭഗവതി പഞ്ചുരുളി, പന്നീമുഖി, വാർത്താളി, ദണ്ഡനാഥ, താന്ത്രിക ലക്ഷ്മി, സേനാനായിക, സേനാനാഥ, അഷ്ടലക്ഷ്മി സ്വരൂപിണി, സമയേശ്വരി, പാതിരാ പഞ്ചമി, രാത്രി ഭഗവതി തുടങ്ങിയ വിവിധ പേരുകളിലും അറിയപ്പെടുന്നു. സപ്തമാതാക്കളിലെ അഞ്ചാമത്തെ ഭഗവതി പൊതുവെ കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ തന്നെ വേഗം അനുഗ്രഹം ചൊരിയും. പഞ്ഞങ്ങൾ അഥവാ ഇല്ലായ്മകൾ അല്ലെങ്കിൽ ഒരാളുടെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദാരിദ്ര്യ ദുഃഖവും മാറ്റി അയാളുടെ ജീവിതത്തിൽ സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും കൊണ്ടുത്തരുന്ന ഏറ്റവും ശക്തിയുള്ള ഒരു ദേവിയാണ് വരാഹി. മഹാവിഷ്ണുവിന്റെ വരാഹ അവതാരത്തിന്റെ ശക്തിയായി വരാഹി ദേവി ആരാധിക്കപ്പെടുന്നു. മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ ഈ ഭഗവതി സർവ്വദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളാണ്. ജഗദീശ്വരിയും ആദിപരാശക്തിയുമായ മഹാത്രിപുരസുന്ദരിയുടെ ശക്തിസേനയുടെ സൈനാധിപയായ യോദ്ധാവായിട്ടും വരാഹരൂപം പൂണ്ട മഹാകാളിയായിട്ടും അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായിട്ടും കാലത്തിന്റെ അധിപതിയായ സമയേശ്വരിയായിട്ടും ഭൂമിയിലെ അധിപതിയായിട്ടും ക്ഷിപ്രപ്രസാദിയായിട്ടും ദുരിതങ്ങളെ ഇല്ലാതാക്കുന്നവളായിട്ടും ഇഷ്ടവരദായിനിയായിട്ടും ഭഗവതി ആരാധിക്കപ്പെടുന്നു. ഐശ്വര്യം, വിജയം, സമ്പത്ത് എന്നിവയുടെ മൂർത്തിവഭാവമാണ് ഭഗവതി. പ്രധാനമായും ശാക്തേയ ആരാധനാമൂർത്തിയാണെങ്കിലും ശൈവ വൈഷ്ണവ രീതിയിലും ബുദ്ധമതത്തിൽ വജ്രവാരാഹി എന്ന പേരിലും ഭഗവതി ആരാധിക്കപ്പെടുന്നു. ചില പ്രദേശങ്ങളിലെ വ്യാപാരികളുടെയും ബിസിനസ് സമൂഹങ്ങളുടെ ഇടയിലും വാരാഹി ഉപാസന കാണാറുണ്ട്. ശാക്തേയ വിശ്വാസപ്രകാരം വരാഹരൂപം പൂണ്ട കാളി വാർത്താളി എന്നറിയപ്പെടുന്നു. തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ദണ്ഡനാഥ എന്നും വിളിക്കപ്പെടുന്നു. ഭഗവതിക്ക് പഞ്ചമി തിഥി പ്രധാനമായതിനാൽ പഞ്ചമി ദേവി എന്നും വിളിക്കാറുണ്ട്. ശക്തിസ്വരൂപിണിയായ വരാഹി പൊതുവെ ഉഗ്രമൂർത്തിയായും ക്ഷിപ്രപ്രസാദിയായും കണക്കാക്കപ്പെടുന്നു. വരാഹിയെ ആരാധിക്കുന്നവർക്ക് സാമ്പത്തിക ഉയർച്ച, ശത്രുദോഷ ശാന്തി, ആഗ്രഹപൂർത്തീകരണം എന്നിവയാണ് ഫലം. രാത്രിയാണ് വരാഹി ദേവിയെ ആരാധിക്കുന്നത്. പഞ്ചമി തിഥിയിലെ രാത്രി വാരാഹി ദേവിക്ക് അതിവിശേഷമാണ്. 2023 പുറത്തിറങ്ങിയ കാന്താര എന്ന സിനിമയിലൂടെയാണ് വാരാഹിയെ പുറം ലോകം ഒരുപാട് അറിയുന്നത്. വാരാഹി ദേവി ലളിതാംബികയുടെ കയ്യിൽ തിളങ്ങുന്ന ശത്രുനാശിനിയായ പഞ്ച ആയുധങ്ങളാകുന്നു. ഇത് പുരാണങ്ങളിൽ നിന്നുള്ള ഒരു ഇതാണ്. ധ്യാന സ്വരൂപത്തിൽ 5 മുഖങ്ങളോട് കൂടിയ ഭഗവതിയും ആകുന്നു. പഞ്ചമി ദേവി അഥവാ വാരാഹി ജലം, വായു, അഗ്നി, ഭൂമി തുടങ്ങിയ പഞ്ചഭൂതങ്ങളിൽ വസിക്കുന്ന ആദിപരാശക്തി ആയിട്ടും കണക്കാക്കപ്പെടുന്നു. ദേവീ മഹാത്മ്യത്തിലേക്ക് നോക്കുമ്പോൾ ദേവീ മഹാത്മ്യം 11-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ ശ്ലോകത്തിൽ ദുർഗ അല്ലെങ്കിൽ ഭുവനേശ്വരിയുടെ ഉഗ്രരൂപമായി വാരാഹി ദേവിയെ വർണ്ണിച്ചിട്ടുണ്ട്. ശിവേ എന്നതുകൊണ്ട് വരാഹരൂപം പൂണ്ട പാർവതിയായും കണക്കാക്കപ്പെടുന്നു. വാമനപുരാണം 56-ാം അധ്യായത്തിൽ സപ്തമാതുക്കളുടെ ജനനത്തെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത്. ശുംഭനിശുംഭന്മാരുടെ ആജ്ഞപ്രകാരം യുദ്ധത്തിനിറങ്ങിയ അസുരന്മാർ തോറ്റപ്പോൾ രക്തബീജൻ എന്ന അസുരൻ തന്റെ പടയുമായി എത്തി. ഇത് കണ്ട ചണ്ഡിക പരമേശ്വരി ഒരു ശംഖനാദം പ്രകടിപ്പിച്ചു. ഭഗവതിയുടെ തിരുവായിൽ നിന്ന് ബ്രാഹ്മിയും, തൃക്കണ്ണിൽ നിന്ന് മഹേശ്വരിയും, അരക്കെട്ടിൽ നിന്ന് കൗമാരിയും, കൈകളിൽ നിന്ന് വൈഷ്ണവിയും, പൃഷ്ഠഭാഗത്തു നിന്ന് വാരാഹിയും, ഹൃദയത്തിൽ നിന്ന് നരസിംഹിയും, പാദത്തിൽ നിന്ന് ചാമുണ്ടിയും ഉദ്ഭവിച്ചു. ശിവനും വിഷ്ണുവും അന്തകാസുരനെ കൊല്ലാൻ ശ്രമിച്ച് ഫലിക്കാതെ വന്നപ്പോൾ വാരാഹി ഉൾപ്പെടെ സപ്തമാതാക്കളെ സൃഷ്ടിച്ചു എന്നാണ് കഥ. ഹൈന്ദവ വിശ്വാസപ്രകാരം താന്ത്രിക പദ്ധതിയിൽ ഭൂമിദേവി സങ്കല്പവും വാരാഹി തന്നെയാകുന്നു. ബുദ്ധിസ്റ്റ് തന്ത്രയിൽ വജ്രവാരാഹിയെ ആരാധന നടത്താറുണ്ട്. വളരെ രഹസ്യാത്മകമുള്ള ഉപാസനയാകുന്നു. ഭഗവതിയുടെ താന്ത്രിക സമ്പ്രദായത്തിൽ ദേവി അനാഹത ചക്രസിദ്ധിയാകുന്നു. അതുകൊണ്ട് രാത്രിയിൽ മാത്രമേ വരാഹി ഉപാസന ചെയ്യാവൂ എന്നാണ് വിശ്വാസം. പഞ്ചമി തിഥി വിശേഷ ദിവസം വെളുത്തവാവ്, കറുത്തവാവ് എന്നിവ കഴിഞ്ഞു വരുന്ന 5-ാമത്തെ ദിവസത്തെയാണ് പഞ്ചമി എന്ന് പറയുന്നത്. ഈ 2 ദിവസങ്ങളാണ് ദേവീഭജനത്തിന് ഏറ്റവും ഉത്തമം.
വാരാഹിയെ നമുക്ക് കൂടുതൽ പറയുകയാണെങ്കിൽ മറ്റു ഉപാസനകളിൽ അല്ലെങ്കിൽ താന്ത്രിക വിദ്യകളിൽ പറയുന്നത് പോലെ അത്ര വലിയ കാര്യങ്ങളൊന്നും നമ്മൾ ഭഗവതിയെ പ്രീതിപ്പെടുത്തുകയും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് ഉപാസന മാർഗങ്ങളോ താന്ത്രിക വിദ്യയോ ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ദേവിയെ ഉപാസിക്കാം എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും വളരെ ആവശ്യഘട്ടത്തിൽ മാത്രമേ ദേവി ഉപാസന ചെയ്യാവൂ എന്നും പറയുന്നുണ്ട്. എപ്പോഴും ദേവിയെ നമ്മൾ വിളിച്ചുകൊണ്ട് ഒരു കാര്യം നടത്താൻ പാടില്ല എന്നാണ് അതിനർത്ഥം. പ്രത്യേകിച്ച് ഫലപ്രാപ്തി വേഗം ലഭിക്കുന്നതിനാൽ ദേവീഭാവം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും നമുക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ വളരെ അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ദേവിയെ ഉപാസിച്ച് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കുക.